ഹായ്, ഇത് നമുക്ക് വളരെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ബട്ടർ മുറുക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഓണമൊക്കെ വരികയാണ്. ഓണത്തിനൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ബട്ടറൊക്കെ ചേരുന്നതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ നാടൻ മുറുക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അതുപോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എളുപ്പത്തിൽ ചെയ്തെടുക്കാം ഈ ഒരു ബട്ടർ മുറുക്ക്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബട്ടർ മുറുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് വറുത്ത നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ബട്ടർ 2 ടേബിൾ സ്പൂൺ ബട്ടർ, അത് റൂം ടെമ്പറേച്ചറിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം ചേർത്ത് കൊടുക്കാൻ. ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2-3 നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ ബട്ടർ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പൊടിയിലേക്ക് നന്നായിട്ട് മിക്സായി വരണം. അതുപോലെ നമ്മുടെ കടലമാവിൻ്റെ ചെറിയ കട്ടയൊക്കെ കാണും, അതൊക്കെ ഉടച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ബട്ടർ എല്ലാം നന്നായിട്ട് ആ പൊടിയിലേക്ക് പിടിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് കൈവച്ചിങ്ങനെ പൊടി അമർത്തുമ്പോൾ നല്ല ഷേപ്പായി വരണം. അതായത് കണ്ടില്ലേ, അതുപോലെ ഷേപ്പ് ആവുന്നിടം വരെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇനി ഇതിനകത്തിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്ന തൊട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു 1.25 to 1.5 കപ്പിൻ്റെ ഇടയ്ക്ക് വെള്ളം നമുക്ക് വേണ്ടി വരും. വെള്ളം ആദ്യമേ ഒത്തിരി ഒഴിക്കാതെ വളരെ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ നാടൻ മുറുക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കടലമാവൊക്കെ ചേർത്ത് ചെയ്യുന്നതാണ് ഈ ഒരു മുറുക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതുപോലെ മാവ് നന്നായിട്ട് ഇച്ചിരി കട്ടിയായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഒത്തിരി അങ്ങ് ലൂസായി പോകാതെ വെള്ളം കുറച്ച് ഒഴിച്ച് കുഴച്ചെടുക്കുക. ഇനി നമ്മുടെ സേവനാഴി എടുത്തിട്ട് അതിൻ്റെ അകത്തിലേക്ക് ഈ ഒരു മുറുക്കിൻ്റെ ചില്ലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഈ ഒരു ബട്ടർ മുറുക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഹോള് പോലെ തന്നെ 3 ഹോളുള്ള ചില്ല് കിട്ടും. അപ്പോൾ അതുണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് എണ്ണയൊന്ന് അതിൻ്റെ അകത്ത് തടവി കൊടുക്കുക. ഒത്തിരി അങ്ങ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് മാവ് ഇതിൻ്റെ അകത്ത് നിറച്ച് കൊടുക്കുക. അപ്പോൾ മാവ് ഈ ഒരു സേവനാഴിക്കകത്ത് നമുക്ക് 2 പ്രാവശ്യം നിറയ്ക്കാനുള്ള മാവ് കാണും. അപ്പോൾ നമുക്ക് എത്രയാണോ മുറുക്ക് വേണ്ടത് അതനുസരിച്ച് മാവൊക്കെ കുഴച്ചെടുക്കുക. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് കടലമാവ് എന്നുള്ള കണക്കിലെടുത്താൽ മതി. ഇനി ഇത് അടച്ചിട്ട് ഈ സമയത്ത് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടാക്കി വെക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇത് പിഴിയണം. അപ്പോൾ ബട്ടർ മുറുക്ക് നമ്മൾ സാധാരണ മുറുക്ക് പോലെ റൗണ്ടിലല്ല, ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ ബട്ടർ മുറുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ക്രിസ്പി ആവുന്നിടം വരെ വറുത്തെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വരണം. എന്നിട്ട് വേണം ഇളക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. ഇതുപോലെ കുറച്ചൊന്ന് ആയി കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചും നന്നായിട്ട് ഇളക്കിയിട്ട് 2 സൈഡും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ട് ഒരു നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആവും. അതുവരെ വറുത്തെടുക്കുക. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഇത് വറുത്തെടുക്കാൻ പറ്റും. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പം ഇതുപോലെ ചെറിയൊരു കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ഇനി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള മാവും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ മുറിച്ചിടാതെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ വലുതായിട്ട് വേണമെങ്കിൽ നമുക്ക് പിഴിയാം. എന്നിട്ട് അത് ഒടിച്ചൊടിച്ച് ചെറിയ പീസാക്കി എടുത്താൽ മതി. ഇതുപോലെ ചെറുതായിട്ട് ഒടിച്ചെടുത്താൽ മതി. ഇതുപോലെ റൗണ്ടായിട്ട് വേണമെങ്കിലും വലിയതായിട്ട് നമുക്ക് ചുറ്റിയിട്ട് നന്നായിട്ട് ക്രിസ്പി ആവുന്നിടം വരെ തിരിച്ച് മറിച്ചിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഭയങ്കര ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുറുക്കാണ്. ബട്ടർ മുറുക്കായതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ടേസ്റ്റാണ്. എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഓണത്തിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.